കനത്ത മഴയിൽ കേരളം വിറങ്ങലിച്ചു നിൽക്കുന്നു ഇന്നും. പക്ഷേ ഇന്നലത്തെ പോലെ വലിയ മരണങ്ങളില്ല, മരണസംഖ്യ കൂടിയിട്ടുമില്ല. ഒരു മരണം മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. തിരുവനന്തപുരത്തും കൊച്ചിയിലും വെള്ളക്കെട്ടിൽ ജനം വലഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ നിമിഷങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്ത. കാലവർഷത്തിൻ്റെ പ്രഭാവം തന്നെയാണ് ശക്തമായ മഴയ്ക്ക് കാരണമെന്നാണ് വിലയിരുത്തൽ. അടുത്ത 7 ദിവസം വ്യാപക മഴയെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പിൽ പറയുന്നു. കാലവർഷം വരാൻ പോകുന്നു. അതിനു മുൻപേ തിമിർത്ത് പെയ്തുകൊണ്ടിരിക്കുന്ന മഴയിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് ജനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നാശനഷ്ടങ്ങൾക്കുപരിയായി യാത്ര ചെയ്യാനും തൊഴിൽ ചെയ്യാനുമൊക്കെ പുറത്തിറങ്ങുന്ന സാധാരണക്കാരായ മനുഷ്യർ, ബസ്സിലും മറ്റും യാത്ര ചെയ്യുന്ന സാധാരണക്കാർ, കാൽനടക്കാർ വലിയ രീതിയിലുള്ള ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ചെറുകിട കച്ചവടക്കാരുടെ സ്ഥാപനങ്ങളിലേക്ക് വെള്ളം കയറി അവർക്ക് അവരുടെ ജോലി ചെയ്യാനും കട തുറക്കാനും കഴിയാത്ത അവസ്ഥ. അങ്ങനെ വലിയൊരു പെരുമഴക്കാലമാണ് ഇന്നും കേരളം സാക്ഷ്യം വഹിക്കുന്നത്. ആന്റണി ജിസ് ജോർജ് ഈ കെടുതിയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുന്നു. ആന്റണി. തീർച്ചയായിട്ടും ഇന്നും മഴക്കെടുതിക്ക് ഒരു മാറ്റവുമില്ല എന്നുള്ളതാണ് സംസ്ഥാനത്തെ സ്ഥിതി. ഇന്നലെ നമുക്കറിയാം ശക്തമായ മഴയാണ് കൊച്ചി നഗരത്തിലടക്കം പെയ്തത്. 2-3 മണിക്കൂറുകൾക്കുള്ളിൽ പെയ്ത മഴയിൽ കൊച്ചി നഗരമടക്കം മുങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. പക്ഷേ ഇന്ന് പൊതുവെ രാവിലെ മഴ കുറവായിരുന്നുവെങ്കിൽ ഉച്ചയോടുകൂടി മഴ കനക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇതോടുകൂടി പലയിടങ്ങളിലും വെള്ളം കയറുന്ന ഒരു സ്ഥിതിവിശേഷം കൂടി ഉണ്ടായി. ഏറ്റവും പ്രധാനമായും ഇന്ന് രാവിലെ മുതൽ ഈ വെള്ളക്കെട്ട് ബാധിച്ചത് കുട്ടനാടിനെയാണ്. കുട്ടനാടിന്റെ വിവിധ മേഖലകളിൽ രാവിലെ മുതൽ തന്നെ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പലയിടങ്ങളിലും ക്യാമ്പുകൾ തുറക്കുന്ന സാഹചര്യം ഉണ്ടായി. ആലപ്പുഴയിൽ ഏതാണ്ട് 10ഓളം ക്യാമ്പുകൾ ആലപ്പുഴയിൽ മാത്രം തുറന്നിട്ടുണ്ട്. മാത്രമല്ല ഈ മാന്നാർ മേഖലയിൽ, ചെങ്ങന്നൂർ മാന്നാർ മേഖലയിലും നിരവധി സ്ഥലങ്ങളിൽ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായി. വീടുകളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. അവിടെ ഒരിടത്ത് മണ്ണ് ഇടിയുന്ന സാഹചര്യവും ഉണ്ടായി. അത് കോടംകുളഞ്ഞി JM ഹൈസ്കൂളിന് സമീപത്താണ് മണ്ണിടിച്ചിൽ ഉണ്ടായത്. പക്ഷേ ആളപായം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. മറ്റൊന്നുള്ളത്, ഇന്നത്തെ ഈ മഴക്കെടുതിയിൽ ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ആലപ്പുഴ ജില്ലയിൽ നിന്ന് തന്നെയാണ്. ആലപ്പുഴ ഹരിപ്പാട് ചേപ്പാട് പഞ്ചായത്തിലെ മുട്ടം പറത്തറയിൽ ദിവാകരനാണ് മരിച്ചത്. 68 വയസ്സായിരുന്നു ദിവാകരൻ ഉണ്ടായിരുന്നത്. സമീപത്തെ വെള്ളക്കെട്ടിലാണ് ദിവാകരന്റെ മൃതദേഹം കണ്ടെത്തിയത്. അങ്ങനെ ഇന്ന് മഴക്കെടുതിയിൽ സംസ്ഥാനത്ത് മരിച്ചവരുടെ എണ്ണം ഒരു മരണം മാത്രമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. ഏതായാലും ഉച്ചയോടുകൂടി തന്നെ മഴ സംസ്ഥാനത്ത് കനക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇതിന് പിന്നാലെ ഇന്ന് സംസ്ഥാനത്ത് 7 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റു ജില്ലകളിലെല്ലാം തന്നെ യെല്ലോ അലേർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. വൈകുന്നേരം പെയ്ത മഴയിൽ തിരുവനന്തപുരം നഗരത്തിന്റെ പല ഭാഗങ്ങളിലും വെള്ളം കയറുന്ന ഒരു കാഴ്ച കണ്ടു. പ്രത്യേകിച്ച് ചാല, പഴവങ്ങാടി, തമ്പാനൂർ അടക്കമുള്ള മേഖലകളിൽ കടകളിലടക്കം വെള്ളം കയറി. അവിടെ കച്ചവടക്കാരടക്കം വലിയ പ്രതിസന്ധിയിലേക്ക് പോയ ഒരു സാഹചര്യം ഉണ്ടായി. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ചയായതാണ് ഇൻഫോ പാർക്കിലെ വെള്ളക്കെട്ട്. കാക്കനാട് ആ ഇൻഫോ പാർക്കിലും ഇന്നത്തെ വൈകുന്നേരത്തെ മഴയിൽ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായി. കൊച്ചി നഗരത്തിലെ പലയിടങ്ങളിലും ഈ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ കഴിഞ്ഞ ദിവസം വെള്ളം കയറിയ ഇടങ്ങളിലൊക്കെ വെള്ളം ഇന്ന് കയറിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വലിയ നാശം വിതച്ചതാണ് ഈ കളമശ്ശേരി മൂലേപ്പാടം എന്ന സ്ഥലത്ത് വെള്ളം കയറി. ഇന്നും അവിടെയും കനത്ത മഴയിൽ വെള്ളം കയറിയിട്ടുണ്ട്. 50ഓളം വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ടെന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരുന്നു. അങ്ങനെ മഴക്കെടുതിക്ക് ഒരു കുറവുമില്ല എന്നുള്ളതാണ് സംസ്ഥാനത്തെ ഒരു പൊതു ചിത്രം. തീർച്ചയായും മഴക്കെടുതിക്ക് ഒരു കുറവും ഇല്ല എന്നുള്ള ഈ റിപ്പോർട്ടുകൾ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ തന്നെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി പങ്കുവെക്കാനുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സമയത്ത് ഇരുട്ട് വീണിരിക്കുന്ന ഈ സമയത്ത് യാത്ര ചെയ്യുന്നവർക്ക് ഉള്ള മുന്നറിയിപ്പുകളാണ്. ഏറ്റവും കരുതലോടുകൂടി യാത്ര ചെയ്യുക. ഹെഡ്ലൈറ്റ് ഡിം ചെയ്തുകൊണ്ട് യാത്ര ചെയ്യാൻ ശ്രമിക്കുക. അതേ സമയത്ത് തന്നെ ഹെഡ്ലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ചില കാഴ്ചകൾ കാണുകയുമുള്ളൂ. പരമാവധി രാത്രി യാത്രകൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഈ സമയം തുടർച്ചയായ ഗതാഗത കുരുക്കുകൾക്കിടയിലൂടെ ഓഫീസ് ജോലികൾ കഴിഞ്ഞ് വീട്ടിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നവരുടെയും മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ഇതര ജില്ലകളിലേക്ക് യാത്ര ചെയ്യുന്നവരുടെയും മുന്നിലേക്ക് വയ്ക്കാനുള്ള കാര്യം. ഒപ്പം തന്നെ ഇടിമിന്നൽ അടക്കമുള്ളവയെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകളും എല്ലാ ജില്ലയിലും ഉണ്ട്. അതുകൊണ്ട് അക്കാര്യങ്ങളിലും സൂക്ഷ്മത പുലർത്തേണ്ടിയിരിക്കുന്നു. തുടർച്ചയായിട്ട് പെയ്യുന്ന മഴയിൽ തിരുവനന്തപുരം നഗരത്തിൻ്റെ കാര്യവും കഷ്ടമാണ്. അവിടെ വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുന്നു. തമ്പാനൂർ, ചാല, കമ്പോളം, പഴവങ്ങാടി തുടങ്ങിയ സ്ഥലങ്ങൾ ഇപ്പോൾ വെള്ളത്തിലാണ്. കാലവർഷം 24 മണിക്കൂറിനുള്ളിൽ എത്താനിരിക്കുന്നതോടെ വഴിയോര കച്ചവടക്കാരും ആശങ്കയിലായിരിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്ന് ഈ വെള്ളക്കെട്ടിൻ്റെ തണുപ്പും വിറങ്ങലിപ്പുമായി സൂര്യഗായത്രി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.